ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് പോകാം. ചെമ്മീൻ തൊലി കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകിയെടുത്തതാണിത്. ഇനി ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കാ ടീസ്പൂൺ ഗരം മസാലൻ്റെ പൊടി. ഇതൊക്കെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ഈ ചെമ്മീൻ മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ മസാല പുരട്ടി വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചതാണ്. അതിലേക്ക് നമ്മൾ അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പു ഇതും ആ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒരു തവി വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. നമ്മൾ ബിരിയാണി മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 4 വലിയുള്ളി സ്ലൈസ് ചെയ്തെടുത്തതാണിത്. 4 തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഒരു 5 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൈര്, ചെറുനാരങ്ങ നീര് കുരു കളഞ്ഞെടുത്തതാണ്. ചപ്പ് പുതിന കട്ട് ചെയ്തെടുത്തത്, 2 തുണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ബിരിയാണി മസാല. ഇത് കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി ചേർത്ത് അരച്ചെടുത്തതാണ്. മസാല റെഡിയാക്കിയെടുക്കാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അല്പം ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ സ്ലൈസ് ചെയ്ത് വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി വഴന്ന് വരുമ്പോൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് റെഡിയായി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചപ്പ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പൊരിച്ചെടുത്ത ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗരം മസാല പൊടി, ബിരിയാണി മസാല, തേങ്ങ അരച്ചെടുത്തത് ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ആവിയൊന്നും പോകാത്ത രീതിയിൽ ഒരു അടപ്പ് കൊണ്ട് ഇതൊന്ന് അടച്ചു വെക്കണം. 1 കിലോ ബിരിയാണി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കണം. റൈസ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ബിരിയാണിയുടെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാനുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. സ്ലൈസ് ചെയ്ത് വെച്ച ഉള്ളിയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ബ്രൗൺ കളർ ആവുമ്പോൾ മുന്തിരി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മുന്തിരിയും ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ബിരിയാണി ദമ്മിടാൻ വേണ്ടി ഒരു കുക്കറാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വേവിച്ചെടുത്ത റൈസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവൻ റൈസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ മൂപ്പിച്ച് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ നെയ്യോട് കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അല്പം ഗരം മസാലേൻ്റെ പൊടിയും ആഡ് ചെയ്യുക. അല്പം ബിരിയാണി മസാലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചപ്പിൻ്റെ ഇല മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കർ അടച്ചു വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. മാറ്റിയതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ചെമ്മീൻ ബിരിയാണി റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.